ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹാവന്ദനങ്ങൾ. അതിനകത്ത് ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. 119 സങ്കീർത്തനങ്ങൾ, അതിൻ്റെ 161, 162 വചനങ്ങൾ. പ്രഭുക്കന്മാർ വെറുതെ എന്നെ ഉപദ്രവിക്കുന്നു, എങ്കിലും നിന്റെ വചനം നിമിത്തം എൻ്റെ ഹൃദയം പേടിക്കുന്നു. വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. Psalms 119 verse 161 and 162. Rulers persecute me without cause, but my heart trembles at your word. I rejoice in your promise, like one who finds great spoil. Amen. Praise the Lord. ഇവിടെ രണ്ട് കാര്യങ്ങളെ നമുക്ക് വചനവുമായി ബന്ധപ്പെടുത്തി കാണുവാനിടയായിത്തീരുന്നു. ഒന്ന്, വചനം നിമിത്തം എൻ്റെ ഹൃദയം പേടിക്കുന്നു. മറ്റൊന്ന്, നിന്റെ വചനത്തിൽ ഞാൻ ആനന്ദിക്കുന്നു. അപ്പോൾ ഈ വചനത്തിൻ്റെ രണ്ട് പ്രത്യേകതകളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഒരു ഭാഗത്ത് വചനം നമ്മെ ഉപദേശിക്കുന്നു, നമുക്ക് ആമേൻ സ്തോത്രം, നമ്മെ അത് ഗൈഡ് ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ മറുഭാഗത്ത് വചനം നമ്മെ ആശ്വസിപ്പിക്കുന്നു, വചനം നമ്മുടെ ഹൃദയത്തെ തണുപ്പിക്കുന്നു, വചനം നമുക്ക് സന്തോഷം നൽകുന്നു. എന്നാൽ ഇത് രണ്ടും രണ്ട് സാഹചര്യങ്ങളിലാണ്. ഒന്നാം വചനത്തിൽ വായിക്കുന്നു, പ്രഭുക്കന്മാർ വെറുതെ എന്നെ ഉപദ്രവിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഇത് റിലേറ്റബിൾ ആണല്ലേ? പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ കോളേജസ്, അതുപോലെ ട്രെയിനിങ് ഫീൽഡുകളിൽ, ഓഫീസസ്, ജോലി മേഖലയിൽ, ബിസിനസ് സ്ഥാപനങ്ങളിൽ, അങ്ങനെ തുടങ്ങിയ ശുശ്രൂഷാ മേഖലകളിൽ പോലും സ്തോത്രം, റൂളേഴ്സ് അല്ലെങ്കിൽ പ്രഭുക്കന്മാർ, നമ്മുടെ ഉയർന്ന അധികാരികൾ കാരണം കൂടാതെ വെറുതെ പലപ്പോഴും ഉപദ്രവിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ നേരിട്ടവരാണ് നമ്മിൽ പലരും ഇപ്പോഴും നേരിട്ട് കൊണ്ടിരിക്കുന്നു. സ്തോത്രം. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, പ്രഭുക്കന്മാർ വെറുതെ എന്നെ ഉപദ്രവിക്കുന്നു, പക്ഷേ എങ്കിലും നിന്റെ വചന നിമിത്തം എൻ്റെ ഹൃദയം പേടിക്കുന്നു. ഇതിൻ്റെ അർത്ഥം അവർ ഉപദ്രവിക്കുന്നു, പക്ഷെ അതുപോലെ നമുക്ക് പകരം ഉപദ്രവിക്കുവാനല്ല വചനം നമ്മെ പഠിപ്പിക്കുന്നത്. വചനം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ക്ഷമിക്കുവാനും സഹിക്കുവാനുമായതുകൊണ്ട് നിന്റെ വചന നിമിത്തം എൻ്റെ ഹൃദയം പേടിക്കുന്നു. അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഞാൻ ഏത് ഉപദ്രവത്തിലും മൗനമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ നാളുകളിൽ മിണ്ടാതിരുന്ന ദൈവമെന്ന് നാം അറിഞ്ഞുകൊണ്ട് കർത്താവ് ജാതികളുടെ നടുവിൽ ഭൂമിയിൽ ഉന്നതനായി നമുക്ക് വേണ്ടി എഴുന്നേൽക്കും, നമുക്ക് വേണ്ടി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം സംസാരിക്കുന്നു. കാരണം കൂടാതെ നമ്മെ പഹിക്കുന്നവർ, വെറുതെ ഉപദ്രവിക്കുന്നവർ, നന്മ ചെയ്തിട്ടും ദോഷം പ്രവർത്തിക്കുന്നവരൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ ഭാരപ്പെട്ടു പോകേണ്ട. ദൈവത്തിൻ്റെ വചന നിമിത്തം ഹൃദയത്തിൽ വചനമുള്ളവരാൽ, ന്യായപ്രമാണമുള്ളവരാൽ ഈ നാളുകൾ വചനപ്രകാരം ജീവിക്കുവാൻ നമ്മെ തന്നെ നാം അനുഭവിക്കുമ്പോൾ ഒരിക്കലും വചനം വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറാതെ വചനത്തിൽ തന്നെ നിലനിൽക്കുവാൻ, ഭയത്തോടെ വചനം കൈക്കൊള്ളുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. എന്നാൽ അങ്ങനെ നാം സമർപ്പിക്കുമെങ്കിൽ ആ ഉപദ്രവത്തിൻ്റെ നടുവിലും, ആ ഭാരത്തിൻ്റെ നടുവിലും, ആ ഒറ്റപ്പെടലിൻ്റെ നടുവിലും വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ വചനത്തിൽ ആനന്ദിക്കുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ മലയാളം ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുന്ന റിജോയ്സ് ഇൻ യുവർ പ്രോമിസ്. ഹല്ലേലൂയ. പ്രസന്റ് സിറ്റുവേഷനിലുള്ള സ്തോത്രം കാര്യങ്ങളെ നോക്കി ഭാരപ്പെടേണ്ട. പ്രോമിസ്, ദൈവത്തിൻ്റെ പ്രോമിസ് വേഴ്സ് അത് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ആനന്ദം പകരും, നമുക്ക് ആശ്വാസം പകരും. ഇത് പറയുമ്പോൾ എനിക്കൊന്ന് പറയുവാനിടയായിത്തീരും. എൻ്റെ അനുഭവത്തിൽ സ്തോത്രം. ഹല്ലേലൂയ. 25-ാം തീയതി കഴിഞ്ഞ മാസം 5-ാം തീയതി എൻ്റെ മമ്മി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. എന്നാൽ അന്നോ അതിൻ്റെ മുൻപിലത്തെ ദിവസമോ ഒരു എപ്പിസോഡ് ഞാൻ യൂട്യൂബിൽ ചെയ്യുമ്പോൾ അവസാനമായി ഞാൻ പറഞ്ഞ വചനം ഈ രണ്ട് വചനമാണ് തമിഴിലും മലയാളത്തിലും. ഒന്ന്, യഹോവ ഷമ്മ, യഹോവ അവിടെ.
മറ്റൊന്ന് 102 സങ്കീർത്തനങ്ങൾ, അതിൻ്റെ അവസാന വചനങ്ങൾ. ആകാശം മാറും, ആമേൻ സ്തോത്രം, ആകാശം, ആമേൻ ഭൂമി, ഇതൊക്കെ മാറിപ്പോകും. യഹോവ അനന്യനായി കൂടിയുണ്ട്. അവരുടെ സന്തതികൾ, നീതിമാന്മാരുടെ സന്തതി നിലനിൽക്കും, അവർ അവകാശമാക്കും എന്നൊക്കെയുള്ള 2 വചനങ്ങളാണ് മമ്മിയുടെ മരണത്തിന് തൊട്ട് മുൻപായി അവസാനമായി അവൻ ഒരു എപ്പിസോഡിലൂടെ ആമേൻ സ്തോത്ര ദൈവവചനം സംസാരിച്ചത് യൂട്യൂബിൽ. അപ്പോൾ നോക്കണേ, ആ ഒരു സംഭവം നടക്കുമെന്ന് ദൈവത്തിന് അറിയാം. അതിന് മുൻപായി തന്നെ ദൈവം എന്നെ ആ വചനത്തിൽ ഉറപ്പിച്ചു. പെട്ടെന്ന് അമ്മയുടെ അനുഭവം ഇങ്ങനെ ഉണ്ടായപ്പോൾ അമ്മേ ദൈവം എവിടെ എന്ന് ചിന്തിക്കത്തക്ക സാഹചര്യങ്ങൾ ഹൃദയത്തിന്റെ ആഴത്തുനിന്ന് പൊങ്ങി വന്നപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ ഉണർത്തിച്ചു. നീ പ്രസംഗിച്ച വചനം ഏതാണ്? യഹോവ ഷമ്മ, യഹോവ അവിടെയുണ്ട്, എല്ലാം ദൈവഹിത പ്രകാരമാണ്, അവൻ ദൈവം ദോഷമായിട്ടൊന്നും ചെയ്യുന്നില്ല, യഹോവ അവിടെയുണ്ട്. അവൻ സ്തോത്രം. മാത്രമല്ല ഹല്ലേലൂയ, സ്തോത്രം, ആകാശം ഭൂമി മാറിപ്പോകുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മാതാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടുവെങ്കിലും അവനൊരമ്മയായി, ഒരപ്പനായി, ഒരു സഹോദരനായി, സഹോദരിയായി, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി, മാറാത്ത ദൈവമായി, അങ്ങ് കൂടിയും ദൈവം കൂടിയുണ്ട് എന്നും പറഞ്ഞ വാഗ്ദത്തങ്ങൾ തലമുറകളിലൂടെ ദൈവം നിവർത്തിക്കുമെന്നും ഒരു ഉറപ്പ് അവൻ, അയ്യോ അതിനു മുൻപായി ദൈവം എനിക്ക് വചനം തന്നുവല്ലോ എന്നോർത്തപ്പോൾ അവൻ ഇവിടെ വായിക്കുന്നത് പോലെ വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ആ വചനത്തിൽ ആനന്ദിക്കുവാൻ, സന്തോഷിപ്പാൻ കർത്താവിനെ സഹായിച്ചു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, വചനം ഏത് പ്രതികൂല സാഹചര്യത്തിലും നാം വചനത്തിന് വേണ്ടി നിലനിന്നാൽ ആ വചനം നമ്മെ സന്തോഷിപ്പിക്കും, നമുക്ക് ആനന്ദം നൽകും, നമുക്ക് പ്രത്യാശ പകരും, നമ്മെ ഉറപ്പിക്കും, നമുക്ക് ആശ്വാസം നൽകും. മനുഷ്യരുടെ വാക്കുകൾ ഒരിക്കലും നമുക്ക് ചില സാഹചര്യങ്ങൾ ഒരു ആശ്വാസമായി തീരുകയില്ല. ചില സമയങ്ങൾ അല്പസമയം അവർ ആശ്വാസകന്മാരായിരിക്കാം. എന്നാൽ യോബിന്റെ ജീവിതത്തിൽ വന്നതുപോലെ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരായി ഏത് പ്രാണസ്നേഹിതന്മാരും, ഏത് ഉറ്റവരും, ഏത് സ്തോത്ര രക്തബന്ധുക്കളും മാറുവാൻ ചാൻസ് ഉണ്ട്, ഏത് ആത്മീയരും മാറുവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ദൈവത്തിന്റെ വചനം ഏത് സമയത്തും നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്നതായി, നമ്മെ ആശ്വസിപ്പിക്കുന്നതായി ആ വചനം ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പ്രീസലോ. ആയതിനാൽ നാം ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും കാരണം കൂടാതെ നമ്മൾ പഹിക്കുന്നവർ, കാരണം കൂടാതെ നമ്മെ ഉപദ്രവിക്കുന്നവർ, വെറുതെ നമ്മെ ദ്രോഹിക്കുന്നവർ ഒക്കെ ഈ ഭൂമിയിലുണ്ട്. എന്നാൽ വചന നിമിത്തം, ദൈവവചന നിമിത്തം സ്തോത്രം, ദൈവവചനത്തിൽ വിറയ്ക്കുന്നവനെ ദൈവം കടാക്ഷിക്കുന്നു. നാളുകളിൽ വചനത്തിൽ വിറയ്ക്കുന്നവരായി, വചനത്തെ ഭയപ്പെട്ട് വചനം ഹൃദയത്തിലുള്ളവരായി തന്നെ മുന്നോട്ട് നീങ്ങുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ നാളുകളിൽ വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഏത് ദുഃഖത്തിലും, ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ആനന്ദിപ്പാൻ, വാഗ്ദത്തങ്ങളെ ഓർത്ത് സ്തോത്രം, അവൻ ഇനിയും നിന്റെ വായിൽ ചിരിയും സന്തോഷവും ഉല്ലാസവും നൽകുമെന്ന് യോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ ഇനിയും ദൈവം പ്രവർത്തിപ്പാൻ സർവശക്തനാണ്. ഹല്ലേലൂയ. പലപ്പോഴും എൻ്റെ മമ്മിയുടെ ജീവിതത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും വേദനകളിലൂടെ, മരണകരമായ പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ ദൈവത്തിൻ്റെ ഓരോ വചനങ്ങളാണ് ഞങ്ങളെ ജീവിപ്പിച്ചത്. സ്തോത്രം, വചനം നമ്മെ ജീവിപ്പിക്കും. ഈ വചനങ്ങളാണ് ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വെറുതെ ഞങ്ങളെ ഉപദ്രവിക്കുന്നവർ, പ്രഭുക്കന്മാർ, കർത്താവെ വെറുതെ ദ്രോഹിക്കുന്നവർ ഒക്കെ ഈ ഭൂമിയിലുണ്ട് കർത്താവെ. എന്നാൽ അങ്ങയുടെ വചന നിമിത്തം സകലവും സഹിപ്പാനും ക്ഷമിക്കുവാനും കർത്താവെ സ്തോത്രം, സ്തോത്രം, വചനത്തെ ഭയപ്പെട്ട് വചനത്തിൽ തന്നെ നിലനിൽക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഏത് ദുഃഖത്തിലും, ഏത് ആശ്വാസമില്ലാതിരിക്കുന്ന അവസ്ഥയിലും വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞങ്ങളുടെ വചനത്തിൽ ആനന്ദിക്കുവാൻ, ഞങ്ങളുടെ വാഗ്ദത്തങ്ങളിൽ കർത്താവേ സ്തോത്രം, സ്തോത്രം, ആശ്വാസം കണ്ടെത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനങ്ങളാൽ ദൈവം ഞങ്ങൾ ഏവരെയും അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you.